രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ 5 സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് മോദിക്കും കൂട്ടർക്കും ലഭിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതിൽ നിന്ന് ലാഭമുണ്ടാക്കുന്നതിനു വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിൽ ഓടി നടന്ന് നാടകം നടത്തിയ മോദിക്ക് തക്കതായ തിരിച്ചടിയാണ് ജനങ്ങൾ കൊടുത്തത്. ഈ 5 സീറ്റുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് അവലോകനം ചെയ്യാം. ഗുജറാത്തിൽ 2 സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. വിസാവദാറിലും കടിയിലും. വിസാവദാറിൽ നിന്ന് വിജയിച്ച ഭൂപേന്ദ്ര ബയാനി BJPയിലേക്ക് ചേക്കേറിയതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കടിയിലാകട്ടെ നിലവിൽ BJPയുടെ MLA ആയിരുന്ന ആളിന്റെ നിര്യാണം മൂലമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. വിസാവദാറിൽ വലിയ വിജയം പ്രതീക്ഷിച്ച BJPക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അവിടെ AAPയുടെ സ്ഥാനാർത്ഥി 17,500 പരം വോട്ടുകളുടെ മാർജിനിലാണ് BJPയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെറും 7,000 വോട്ടിന് ആയിരുന്നു AAP വിജയിച്ചത്. എന്നിട്ട് ഒരു വർഷത്തിന് ശേഷം AAP MLA രാജിവെച്ച് BJPയിൽ ചേരുകയായിരുന്നു. ആ സീറ്റാണ് ഇരട്ടിയിലധികം ഭൂരിപക്ഷത്തിന് AAP വിജയിച്ചത്. BJPയുടെ സിറ്റിംഗ് സീറ്റായിരുന്ന കടിയിൽ BJP തന്നെ വിജയിക്കുകയും ചെയ്തു. കേരളത്തിലെ നിലമ്പൂരിൽ 17,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് UDFന്റെ ആര്യാടൻ ഷൗക്കത്ത് LDFന്റെ M സ്വരാജിനെ തോൽപ്പിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം 79,000 വോട്ടുകൾ നേടിയ LDFന് വെറും 66,000 വോട്ടുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വെറും 66,000 വോട്ടുകൾ മാത്രം ലഭിച്ച ആര്യാടൻ ഷൗക്കത്ത് ആകട്ടെ നില ഏകദേശം 78,000 വർദ്ധിപ്പിച്ചു. 3-ാം സ്ഥാനത്തെത്തിയ BJPക്ക് ഏതാണ്ട് 8,500 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. എന്നിരുന്നാലും ഇത് ഇരു മുന്നണികൾക്കും എതിരെയുള്ള ജനവിധിയാണെന്നാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശിന്റെ കണ്ടെത്തൽ. ഇരു മുന്നണികൾക്കെതിരെയും ജനങ്ങൾ തിരിച്ചടിച്ച് 8,500 എന്ന വലിയ തോതിലുള്ള വോട്ട് സംഖ്യയാണ് സംഘികൾക്ക് നിലമ്പൂരിലെ ജനങ്ങൾ നൽകിയത്. അങ്ങനെ UDFനും LDFനും MD രമേശ് പറഞ്ഞതുപോലെ കനത്ത തിരിച്ചടിയാണ്, അവർക്കെതിരെയുള്ള ജനവിധിയാണ് ഇതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായല്ലോ അല്ലേ? ഇതുപോലെയുള്ള പമ്പര വിഡിത്തങ്ങൾ സംസാരിക്കാനല്ലാതെ വാ തുറന്നാൽ വിവേകമുള്ള ഒരു വാക്കുകളും സംസാരിക്കാൻ അറിയാവുന്ന ഒരു BJPക്കാരനും ഇല്ല എന്നുള്ളതാണ് വലിയ കഷ്ടം. നാണം കെട്ടവന് എവിടെയൊക്കെയോ ആല് മുളച്ചാലും അതും തണല് തന്നെയാണ്. പശ്ചിമ ബംഗാളിലെ കാളിഗഞ്ച് അസംബ്ലി മണ്ഡലത്തിൽ നിലവിലുള്ള MLA ആയിരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ നസറുദ്ദീൻ അഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്നാണ് ബൈ ഇലക്ഷൻ നടക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ 47,000 വോട്ടിന് തൃണമൂൽ കോൺഗ്രസ് ഇവിടെ വിജയിച്ചപ്പോൾ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ 51,000 വോട്ടിനാണ് അവരുടെ വിജയം. പശ്ചിമ ബംഗാൾ മൊത്തം പിടിച്ചെടുക്കാൻ വേണ്ടി നടന്ന BJPക്കാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ മോശമായ പരാജയം ഉണ്ടായത്. അന്ന് 65,000 വോട്ട് ലഭിച്ച BJPക്ക് ഇപ്രാവശ്യം വെറും 53,000 താഴെ മാത്രം വോട്ടുകളാണ് ലഭിച്ചത് എന്ന് പറയുമ്പോൾ BJPയുടെ കുത്തനെയുള്ള വളർച്ച വ്യക്തമാവുമല്ലോ. 5-ാമത്തെ സീറ്റ് പഞ്ചാബിലെ ലുധിയാന വെസ്റ്റ് ആണ്. ഇവിടെ നിലവിലുള്ള MLA ആയിരുന്ന ഗുർപ്രീത് ഗോഗിയുടെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടെ AAP സ്ഥാനാർത്ഥി 10,000 പരം വോട്ടുകൾക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ എങ്ങനെയാണ് BJPക്ക് കനത്ത തിരിച്ചടി ഉണ്ടായി എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും. ഈ 5 സീറ്റുകളിൽ BJPയുടെ സിറ്റിംഗ് സീറ്റായുള്ള ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ അവർ വിജയിക്കുകയും ചെയ്തു. വയനാട് UDF LDFൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. പക്ഷെ തിരിച്ചടിയാണ് എന്ന് പറയാനുള്ള കാരണം പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി നാടൊട്ടുക്കും നടന്ന് ഞാൻ പാകിസ്ഥാന് വലിയ തിരിച്ചടി കൊടുത്തു, മോദി വെടിയുണ്ടയ്ക്ക് ബോംബുകൾ കൊണ്ടാണ് മറുപടി നൽകുന്നത്, റൊട്ടി വേണമെങ്കിൽ കഴിച്ചോളൂ അല്ലെങ്കിൽ വെടിയുണ്ട കഴിക്കാൻ തയ്യാറായിക്കൊള്ളൂ എന്നൊക്കെ വിടുവായത്തം പറഞ്ഞ മോദിയുടെ നാടകങ്ങൾ ജനങ്ങളിൽ യാതൊരു പ്രതികരണവും ഉണ്ടാക്കിയില്ല എന്നതിനാലാണ്. അതും ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ഏതാനും നാളുകൾ കഴിഞ്ഞ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളാണ് എന്ന് ഓർക്കണം. ഗുജറാത്തിൽ വരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 2.5 ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് BJPയെ AAP പരാജയപ്പെടുത്തുന്നത്. അതും അവിടെ വിജയിച്ച MLA BJPയിലേക്ക് ചേക്കേറിയിട്ട് പോലും ഇതാണ് ഉണ്ടായത്. യാതൊരു നാണവും ഇല്ലാതെ മോദിയെ മിലിറ്ററി പൈലറ്റ് ആയിട്ടും സൈനിക മേധാവിയായും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ട് ഗുജറാത്തിൽ ഉൾപ്പെടെ നാണംകെട്ട റോഡ് ഷോകളും റാലികളും നടത്തിയ ആളാണ് മോദി. എന്നാൽ അതൊക്കെ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് എന്നാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. ഇതിന്റെ പേരിൽ നിരവധി സ്ഥലങ്ങളിൽ നാണംകെട്ട സംഘികൾ കെട്ടിപ്പൊക്കിയ ബോർഡുകളിൽ ചിലതൊക്കെയാണ് ഇത്. ഇന്ത്യൻ സൈന്യത്തെ പോലും അപമാനിച്ച് ഇതുപോലെ വൃത്തികെട്ട നാടകം കളിക്കാൻ മോദിക്ക് ഒരു മടിയും തോന്നിയില്ല.
മോദിയും കൂട്ടരും വിചാരിച്ചത് മോദിയുടെ ഈ ജുംല കളികളിലൂടെ ജനങ്ങളെയെല്ലാം പറ്റിച്ച് വോട്ടുകൾ വാരിക്കൂട്ടാം എന്നായിരുന്നു. എന്നാൽ ജനങ്ങൾ ഈ ജുംലകൾ മടുത്തു തുടങ്ങിയെന്നും സത്യം മനസ്സിലാക്കി തുടങ്ങിയെന്നും ആണ് ഇത് തെളിയിക്കുന്നത്. നിലമ്പൂരിലെ UDFന്റെ വിജയം UDFന്റെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനങ്ങളുടെയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ടാണ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇടതുപക്ഷ ഭരണത്തോടുള്ള വലിയ ഭരണവിരുദ്ധ വികാരവും ഇതിന്റെ പിന്നിലുണ്ട് എന്ന് വ്യക്തമാണ്. നിലമ്പൂരിലെ UDFന്റെ സ്ഥാനാർത്ഥിയുടെ വിജയത്തെ അനുമോദിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഒരു ടീമായി ജോലി ചെയ്തു, ഓരോരുത്തരും ഉത്തരവാദിത്തോടെ ഒറ്റ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. അതാണ് ഈ വിജയത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠം. ആര്യാടൻ ഷൗക്കത്തിന് വിജയത്തിൽ ഹൃദയപൂർവകമായ നന്ദി അറിയിക്കുന്നു. അദ്ദേഹം കാണിച്ച സമർപ്പണത്തിന്റെയും സേവനത്തിന്റെയും അതുപോലെ എല്ലാ നേതാക്കളും പ്രവർത്തകരും കാണിച്ച സമർപ്പണത്തിന്റെയും സേവനത്തിന്റെയും ഫലമായിട്ടാണ് ഈ വിജയം സാധ്യമായത്. ഇതിലെല്ലാം ഉപരിയായി നിലമ്പൂരിലെ എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് നിങ്ങൾ കാണിച്ച പിന്തുണയ്ക്ക് വലിയ നന്ദി പറയുന്നു. ഭരണഘടനയിലുള്ള നിങ്ങളുടെ വിശ്വാസവും UDFന്റെ വികസന കാഴ്ചപ്പാടിനോടുള്ള നിങ്ങളുടെ ആത്മാർത്ഥതയും ഇനി മുൻപോട്ടുള്ള യാത്രയിൽ നയിക്കുന്ന പ്രകാശമായിരിക്കും. ഇത് ഉപതെരഞ്ഞെടുപ്പ് ആയതിനാൽ വോട്ടേഴ്സ് ലിസ്റ്റും മെഷീനും മാനിപ്പുലേറ്റ് ചെയ്യാൻ മോദിയും കൂട്ടരും മെനക്കെട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അല്ലായിരുന്നെങ്കിൽ അവർ വയനാട് ഉൾപ്പെടെ ഏത് സീറ്റിൽ വേണമെങ്കിലും വിജയിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാജ്യത്തെ അവസ്ഥ. അത് ആളുകൾ വോട്ട് ചെയ്തിട്ടല്ല, മറിച്ച് ഒരാൾ പോലും വോട്ട് ചെയ്തില്ലെങ്കിലും അവർ വിജയിക്കണമെന്ന് വെച്ചാൽ അതുതന്നെ സംഭവിക്കുന്ന അവസ്ഥയാണ് മോദിയുടെ സെലക്ഷൻ കമ്മീഷൻ അവർക്ക് വേണ്ടി രാജ്യത്ത് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?